Hello friends, Assalamu alaikum. It's me Shabina Riyaz. Welcome back to me and UPPAZZ. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. സാധാരണ ഞങ്ങൾ നേന്ത്രപ്പഴം, അവില് എന്നിവയൊക്കെ വിളയിക്കാറില്ലേ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴുത്ത നാട്ടുമാങ്ങ നമുക്ക് വിളയിക്കാം അല്ലേ. ഈ മാങ്ങക്ക് ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലേ. എന്നാൽ ഞങ്ങൾ നാട്ടുമാങ്ങ എന്നാണ് പറയാറ് കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് താഴെ കമൻറ്റിൽ ഇടാൻ മറക്കരുത്. എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ മാങ്ങ വിളയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതും. അപ്പോൾ നമ്മളെല്ലാവരും കൊതിപ്പിക്കുന്ന നാട്ടുമാങ്ങ വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കാൻ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ 18 പഴുത്ത നാട്ടുമാങ്ങയും 5 ശർക്കരയും അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നമുക്കതിൻ്റെ ചുറ്റിലും മുറിവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ മാങ്ങയും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച 5 ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. സോറി, എൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങ ചിരവിയതും ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പഴുത്ത നാട്ടുമാങ്ങയുടെ മണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ മണമില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ അറിയണം. അത്രയും സൂപ്പറാണ്. ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടുമാങ്ങ വിളയിച്ചതും കൂടി ഉണ്ടായാൽ സദ്യ കേമാകും. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. മാങ്ങ കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ UPPAZZ എന്ന ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.